അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിനും സ്വാഗതം. CTMA ഖജാൻജിയായിട്ടുള്ള ശ്രീ ആർ രാധാകൃഷ്ണൻ അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയാണ്. ദീർഘകാലം തന്നെ പറയാം, കേരളത്തിലെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച, പാലക്കാടിനെ പ്രതിനിധീകരിച്ച, അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന, ധാരാളം സമരമുഖങ്ങളിലൂടെ ജീവിച്ച, വളരെ സജീവമായി ഇന്നും ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ യോഗത്തിൽ നന്ദി പറയുന്നത് മദ്രാശി കേരള സമാജം ഖജാൻജിയായിട്ടുള്ള ശ്രീ KR ബാബുകുമാറാണ്. അദ്ദേഹത്തെ നടന്നു നീ പോകുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും, അനുഗാമിയില്ലാത്ത പതിക നിന്ദീപമീയവനിൽ സ്നേഹമാം ദൈവം, അവനു പേരല്ലാഹ്, രാമൻ, ഈശോ, സത്യം, അവനാണ് ചഞ്ചലൻ ധീരൻ. മറക്കപ്പെടുകയാണ്. അതല്ല നമുക്ക് ഗാന്ധിയെ പോലെയുള്ള മഹാത്മാമാരെ നാം ഓർക്കണം. ചരിത്രം ഓർമ്മിക്കുന്ന ഒരു ദിവസമായി ഞങ്ങൾ കണക്കാക്കിയിരിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ നിറയെ ഓണാഘോഷങ്ങൾ, 4 or 5 ഓണാഘോഷം. സത്യത്തിൽ എനിക്ക് 4 പോണ്ടിയുണ്ട് ഇന്ന്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് കേരള സമാജത്തിന്റെ ഈ ഗാന്ധി ജയന്തി പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. സദസ്സിലുമുള്ള കേൾക്കും എൻ്റെ ഒരു നല്ല സഹായം. പിന്നെ സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ M. ശിവദാസൻ പിള്ളച്ചേട്ടൻ, പ്രിയപ്പെട്ട ശ്രീ NN കൃഷ്ണദാസ്, അദ്ദേഹത്തെ കേൾക്കാനാണ് നമ്മളെല്ലാവരും ഇന്ന് യഥാർത്ഥത്തിൽ എത്തുന്നത്. ഞങ്ങളെ കുറച്ചുപേർ അദ്ദേഹത്തോട് കൂട്ടിരിക്കാൻ ഇവിടെ സമാജം വിളിച്ചിരിക്കുന്നത് മാത്രം. നിങ്ങൾക്കൊപ്പം ശ്രീ NN കൃഷ്ണദാസിനെ കേൾക്കാനാണ് നമ്മൾ എല്ലാവരോടും ഉള്ളത്. എനിക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥൻ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ നമ്മുടെ രാഷ്ട്രപിതാവിനെ വരച്ചു കാട്ടിയതാണ് ഇവിടെ കേട്ടത്. ക്രിസ്തുവിനെ പോലെ, കൃഷ്ണനെ പോലെ, ബുദ്ധനെ പോലെ, ശങ്കരാചാര്യരെ പോലെ ഒക്കെ ആണ് മഹാത്മാഗാന്ധി എന്നാണ് വള്ളത്തോൾ എഴുതിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം ശ്രീ മധുസൂദന നായർ അദ്ദേഹവും മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയ കവിതയുടെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് കേൾക്കും. 189 അല്ലെങ്കിൽ 186 വർഷം മുമ്പ് ജനിച്ച ഒരാൾ, 6-7 പതിറ്റാണ്ട് മുമ്പ് നമ്മളെ വിട്ടുപോയ ഒരാൾ ഇന്നും പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രം മതി മഹാത്മാവിന്റെ ശ്രീ മഹാത്മാഗാന്ധിജിയുടെ ഒരു ജീവിതത്തിന്റെ ഔന്നത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. മദ്രാസി കേരള സമാജത്തിന്റെ മഹാത്മാഗാന്ധി അനുസ്മരണ ചടങ്ങ് മുമ്പും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ P. ഹരീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ വളരെ പരിപാടിയോട് ചേർന്ന് നിന്ന് ഇതിനോട് ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇതിനോടുള്ള എല്ലാ സ്നേഹവും പ്രകടിപ്പിക്കുവാൻ അടുത്തതായി CTMA ഖജാൻജി പ്രിയപ്പെട്ട ശ്രീ R. രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ മുമ്പിൽ ഗാന്ധി ജയന്തി ആശംസകൾ. മഹാത്മാഗാന്ധി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം സത്യവും അഹിംസയുമാണ്. സമാധാനത്തിനും സൗഹൃദത്തിനും ഐക്യത്തിനും അദ്ദേഹം കാണിച്ച വഴികൾ ഇന്നും ഏറെ പ്രസക്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കവിതാലാപനത്തിന് ശേഷം നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. ഞാൻ OBSയെ ഈ കവിതാലാപനത്തിനായി കൊച്ചുകുട്ടിയെ ക്ഷണിക്കുന്നു. പരിചയപ്പെടുത്തുന്നു. ഞാൻ പറയുമ്പോൾ CTMA എന്നൊക്കെ മാത്രമാണ് പറഞ്ഞു പോയത് നേരത്തെ ചുരുക്കത്തിൽ. വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻസിന്റെ അതിന്റെ ആയിട്ടുള്ള വൈസ് ചെയർമാനാണ് തമിഴ്നാട് ഘടകത്തിന്റെ ഗോപാലേട്ടൻ. എനിക്ക് നേരത്തെ കൃഷ്ണദാസ് പറയുണ്ടായി, അദ്ദേഹം വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ട്. ഫെയ്മയുടെ സ്ഥാപക നേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീ ബഹുമാനപ്പെട്ട MP പുരുഷോത്തമന്റെ സാറിന്റെ അതിഥിയായിരുന്നു അദ്ദേഹം ഇന്നലെ. അപ്പോൾ ആ പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഫെയ്മ.
അതുപോലെ തന്നെ എയ്മ എന്നത് ഓൾ ഇന്ത്യ മറുനാടൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ശ്രീ ഗോപാലൻ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മലയാളികളുടെ ഒരു കോർഡിനേഷനാണ്. അതിൻ്റെ നേതാവാണ്, അതിൻ്റെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയായിരുന്നു PN ശ്രീകുമാർ. രാധാകൃഷ്ണൻ CTMA, കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ. നേരത്തെ ഞാൻ അവസാനമായി കണ്ടത് എനിക്ക് ഓർമ്മ വരുന്നു, നേരത്തെ കൃഷ്ണ എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അല്ല, ഞാനിപ്പോൾ ഓർക്കുന്നത് ആവണി പൂവരങ്ങിൻ്റെ ഒരു വേദിയിൽ ഒരിക്കൽ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും. മത്തായി ചാക്കോ അസുഖബാധിതനായി കിടക്കുന്ന ഒരു സമയത്ത് ഇവിടെ സെൻറ് ജോർജ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ അന്ന് നമ്മൾ അവസാനമായി കണ്ടത്. അപ്പോൾ ആ സംഘടനയുടെ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ്റെ ഖജാൻജിയാണ് രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിലെ എല്ലാവിധ 120-ലധികം മലയാളി സംഘടനകളുടെ ഒരു അംബ്രല എന്ന് പറയാവുന്ന സംഘടനയാണ്. തൊട്ടടുത്ത ദിവസം 4-ാം തീയതി 5-ാം തീയതി ആവണി പൂവരങ്ങ് എന്ന വലിയ പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറയാവുന്നത് പോലെ മലയാളികളുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇത് ഞാൻ കൃഷ്ണദാസിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഈ മുഖ്യ ഇതിലേക്ക് നേരത്തെ അനന്തേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വിശദീകരിച്ച് കാലത്തിൽ ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാനും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലായിരുന്നു എന്നെ പഠിച്ചത്. അക്കാലത്ത് വളരെ സജീവമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു കൃഷ്ണദാസ്. ഈ പ്രഭാഷണത്തിലേക്ക് കൃഷ്ണദാസിനെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് മദ്രാശേരി കേരള സമാജത്തിന്റെ അടുത്തതായി പരിചയപ്പെടുത്തുന്നു. ഞാൻ പറയുമ്പോൾ ഫെയ്മ എയ്മ CTMA എന്നൊക്കെ മാത്രമാണ് പറഞ്ഞു പോയത് നേരത്തെ ചുരുക്കത്തിൽ. വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻസിന്റെ അതിന്റെ ആയിട്ടുള്ള വൈസ് ചെയർമാനാണ് തമിഴ്നാട് ഘടകത്തിന്റെ ഗോപാലേട്ടൻ. എനിക്ക് നേരത്തെ കൃഷ്ണദാസ് പറയുണ്ടായി, അദ്ദേഹം വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ട്. ഫെയ്മയുടെ സ്ഥാപക നേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീ ബഹുമാനപ്പെട്ട MP പുരുഷോത്തമന്റെ സാറിന്റെ അതിഥിയായിരുന്നു അദ്ദേഹം ഇന്നലെ. അപ്പോൾ ആ പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഫെയ്മ. അതുപോലെ തന്നെ എയ്മ എന്നത് ഓൾ ഇന്ത്യ മറുനാടൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ശ്രീ ഗോപാലൻ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മലയാളികളുടെ ഒരു കോർഡിനേഷനാണ്. അതിൻ്റെ നേതാവാണ്, അതിൻ്റെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയായിരുന്നു PN ശ്രീകുമാർ. രാധാകൃഷ്ണൻ CTMA, കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ. നേരത്തെ ഞാൻ അവസാനമായി കണ്ടത് എനിക്ക് ഓർമ്മ വരുന്നു, നേരത്തെ കൃഷ്ണ എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അല്ല, ഞാനിപ്പോൾ ഓർക്കുന്നത് ആവണി പൂവരങ്ങിൻ്റെ ഒരു വേദിയിൽ ഒരിക്കൽ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും. മത്തായി ചാക്കോ അസുഖബാധിതനായി കിടക്കുന്ന ഒരു സമയത്ത് ഇവിടെ സെൻറ് ജോർജ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ അന്ന് നമ്മൾ അവസാനമായി കണ്ടത്. അപ്പോൾ ആ സംഘടനയുടെ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ ഖജാൻജിയാണ് രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിലെ എല്ലാവിധ 120-ലധികം മലയാളി സംഘടനകളുടെ ഒരു അംബ്രല എന്ന് പറയാവുന്ന സംഘടനയാണ്. തൊട്ടടുത്ത ദിവസം 4-ാം തീയതി 5-ാം തീയതി ആവണി പൂവരങ്ങ് എന്ന വലിയ പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറയാവുന്നത് പോലെ മലയാളികളുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇത് ഞാൻ കൃഷ്ണദാസിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഈ മുഖ്യ ഇതിലേക്ക് നേരത്തെ അനന്തേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വിശദീകരിച്ച് എൻ്റെ വളരെ സ്നേഹപൂർവമായ നമസ്കാരം. ഈ ദിവസം ഇങ്ങനത്തെ ഒരു ചടങ്ങ് ശ്രദ്ധിക്കാൻ എത്തിച്ചേർന്ന മഹാത്മാഗാന്ധി സാധാരണ ഒരു കുട്ടിയായി ജനിച്ചിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയി ജനിച്ചിട്ട് ഇന്ന് 156 വർഷം തികയുകയാണ്. ജനിക്കുമ്പോൾ അദ്ദേഹം മഹാത്മാവായിരുന്നില്ല, സാധാരണ പോലത്തെ ഒരു കുട്ടിയായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അവരുടെ കുടുംബ പേരും. സ്വന്തം ജീവിതം കൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായി മാറിയത്. ഗാന്ധിയെ ഗാന്ധിജി എന്ന് ബഹുമാനപൂർവ്വം ജനങ്ങൾ വിളിക്കാൻ
നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി അദ്ദേഹം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിയമം മൂലം പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമം കൊണ്ടല്ല മഹാത്മാഗാന്ധി രാഷ്ട്രത്തിന്റെ പിതാവായി മാറിയത്. രാഷ്ട്രം ഉണ്ടാവുന്നതോടൊപ്പം രാഷ്ട്രത്തിന്റെ പിതാവായി, രാഷ്ട്രം ജനിക്കുമ്പോൾ പിതാവായി ഗാന്ധിയും ജനിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾ, ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാരിസ്റ്റർ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് മറ്റൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങിയത്. അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ലോകത്തെല്ലാവരുടെയും ചർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ വംശീയതയുടെ പേരിൽ അദ്ദേഹത്തോട് വെള്ളക്കാർ മോശമായിട്ട് പെരുമാറിയതും, ചോദ്യം ചെയ്തു, ബൂട്ടിട്ട് കാലുകൊണ്ട് ഒരു സായിപ്പ് അദ്ദേഹത്തെ തുളിച്ചതും, മുൻവരിയിൽ പല്ലുപോയതും, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. എന്താണ് ഗാന്ധി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ ഉണ്ടായി എന്നുള്ള ആലോചനയിലാണ്. ഇന്ത്യയോടൊപ്പം ജനിച്ച ആളാണ് ഗാന്ധി. 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം അങ്ങനെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമൊന്നുമായി വിവരപ്പെട്ടിരുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ, അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ ചിലരൊക്കെ ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ അസഹനീയമാവുമ്പോൾ ചില ഒറ്റപ്പെട്ട് ചെറുത്തുനിൽപ്പുകളൊക്കെ ഉണ്ട്. നേതൃത്വത്തോടൊപ്പം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ചെക്കൻ കുതിരവണ്ടിയിൽ വൈഗാ നദിയുടെ തീരത്തു കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3-piece സ്യൂട്ടിലാ. അപ്പോ ഗാന്ധിയുടെ വേഷം ഈ ഇങ്ങനത്തെ വേഷമല്ല, നമ്മൾ കാണുന്ന നമ്മുടെ പരിചയമുള്ള വേഷമല്ല, 3-piece സ്യൂട്ടിലായിരുന്നു. അപ്പോ കുതിരവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വൈഗാ നദിയുടെ തീരത്തു കൂടിയാണ് റോഡ്. ആ റോഡിൽ കൂടെ പോണ സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ഇത് ആരാന്താന്നുള്ളൊക്കെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സംഘമായിട്ടാണല്ലോ പോണത്. അവർ ഇത്രയും നേരം വെറുതെ കുളിക്കാൻ വേണ്ടി വെള്ളത്തിൽ നിൽക്കുകയല്ല. നോക്കിയോ, ഈ മരത്തിന്റെ കൊമ്പിൽ തുണികൾ ഉണക്കാനിട്ടിട്ടില്ലേ, അത് അവരുടെ വസ്ത്രങ്ങളാണ്. അവർക്ക് മാറി കൊടുക്കാൻ വേറെ വസ്ത്രമില്ല. അപ്പൊ അവര് ധരിച്ചിട്ടുള്ള തുണി വെള്ളത്തിൽ കഴുകി ആ ആലിൻ കൊമ്പത്ത്, ആലോ ഏതോ മരത്തിന്റെ കൊമ്പത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇത് ഉണങ്ങി കിട്ടുന്നത് വരെ വൈഗാ നദിയിലെ വെള്ളമാണ് അവരുടെ വസ്ത്രം. വെള്ളത്തിൽ അവര് കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നത് ഈ തുണി ഉണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അതൊരു അറിവായിരുന്നു ഗാന്ധി. മധുരയിൽ പഠിപ്പിക്കാൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നു. ആ കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാളും വലിയൊരു ബുദ്ധിജീവി ആ കാലത്തെല്ലാം എപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് ആക്കിയിട്ടാണ്. അദ്ദേഹം എഴുതി വെച്ചു, വരികാല തലമുറ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അനുശോചന കുറിപ്പാണ്. ഇങ്ങനെ ഒരാളെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു, ഈ പറഞ്ഞ വിധത്തിലൊക്കെ പെരുമാറി ശീലിച്ച ഒരാളെ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരുംകാല തലമുറ വിശ്വസിക്കില്ല, വെറുതെ പറയാണെന്ന് പറയും. അങ്ങനെ അവിശ്വസനീയമായ ജീവിതം നയിച്ചു ഗാന്ധി. രാഷ്ട്രീയ ജീവിതം, സമ്പൂർണമായ രാഷ്ട്രീയ ജീവിതം. വധശ്രമത്തിന്റെ തമാശ അറിഞ്ഞാൽ നിങ്ങൾ ചിരി നിർത്തില്ല. 1947 ഡിസംബർ മാസത്തിൽ 3-ാം വാരം ഡൽഹിയിൽ നല്ല തണുപ്പുള്ള ഒരു രാത്രി ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ ഒരു ഹോട്ടലിൽ ഇവര് നാഥുറാം, ഗോപാൽ, വേറൊരാൾ 3 പേരും കൂടി പോയി മുറിയിട്ടു. അവര് പുറത്തുപോയ സമയത്ത് മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയ ഹോട്ടലിലെ റൂം ബോയ് മുറി ക്ലീൻ ചെയ്യുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ നേരെ ഇടുന്ന സമയത്ത് ആ റൂമിലെ തലയേണ്ട അടിയിൽ നിന്ന് ഒരു കൈത്തോക്ക് കിട്ടിയവർക്ക്. 57 അന്നൊക്കെ ഒരു കൈത്തോക്ക്, ഒരു ഹോട്ടൽ മുറി. ഇപ്പൊ തന്നെ ഹോട്ടൽ മുറിയിൽ കൈത്തോക്ക് കിട്ടിയ എന്താവും മുക്കാകം. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്നു. ഇവർ 3 ആളെയും പിടിച്ച് കൊണ്ടുപോയി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിന് ചോദ്യം ചെയ്തപ്പോ 2-3 സെക്കൻഡ് നിർത്തി ചോദ്യം ചെയ്തു. അത് ഈ നാഥുറാമനായ ഗോഡ്സെ ധൈര്യത്തിൽ തന്നെ പറഞ്ഞു, ഒരു സാങ്കോചൊന്നും ഇല്ലാതെ പറഞ്ഞു, ഞങ്ങൾ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വന്നവരാ. അപ്പോ അന്നത്തെ അവിടുത്തെ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ, നമ്മൾ ഈ സ്കൂളിലൊക്കെ ചില കുട്ടികൾ വികൃതിയൊക്കെ കാണിക്കില്ല, അതുപോലെ ചെവി പിടിച്ച് തിരുമ്മി ഗാന്ധിയെ കൊല്ലാൻ വരികയാണ്, എന്ന് പറഞ്ഞിട്ട് ഈ 3 ആളെയും പറഞ്ഞയച്ചു. തോക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു. ഇവരിവിടുന്ന് മടങ്ങി നേരെ
ബോംബെ പോയി, ഇവിടെ നാഗ്പൂരിൽ പോയി സവർക്കറെയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 47 ഡിസംബർ 3 3-ാം വാരത്തിലായിരുന്നു ഇത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഗാന്ധിജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയിട്ടുള്ള തുഷാർ ഗാന്ധി വലിയൊരു പുസ്തകം എഴുതിയിട്ടില്ല, 1000-ലധികം പേജില്. ലെറ്റ് us kill ഗാന്ധിജി അഗെയിൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേരെന്നെ. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലെറ്റ് us kill ഗാന്ധിജി അഗെയിൻ എന്നുള്ള വലിയ പുസ്തകം. വീണ്ടും തിരിച്ചു വന്നവര് 2 ആഴ്ച കഴിഞ്ഞപ്പോ, 2-3 ആഴ്ച കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പ്രകാരം മഹാത്മാഗാന്ധിയെ കൊന്നു. നമ്മള് നാഥുറാം വിനായക ഗോഡ്സെ ആണ് വെടിവെച്ചത്. പക്ഷേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഗോഡ്സെ പുറമേക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തിയാവും, പക്ഷേ ഗോഡ്സെ ഒരു വ്യക്തിയല്ല. ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിന്റെ വംശീയവൽക്കരണത്തിലൂടെ, സൈനിക പരിശീലനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു വെറിയൻ രാഷ്ട്രീയ മനസ്ഥിതിയുടെ ആൾരൂപമായിരുന്നു ഗോഡ്സെ. അതൊരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിലകൊള്ളുന്നത്. അവരാണ് രാഷ്ട്രത്തിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ല, രാഷ്ട്രത്തിന്റെ യൂണിഫൈങ് ഫാക്ടർ. ഹിന്ദുത്വ എന്ന് പറയുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരമാണ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ റിസർവ് ഉണ്ടല്ലോ, ഏതൊരു രാഷ്ട്രത്തിനും റിസർവ് മണി ഉണ്ടല്ലോ. നമുക്ക് എല്ലാ രാജ്യത്തിനുണ്ട് റിസർവ് മണി. അപ്പൊ ഈ റിസർവ് മണി പാകിസ്ഥാന് കൊടുക്കില്ല എന്ന നിലപാടെടുത്തു ചിലർ. മഹാത്മാഗാന്ധി പറഞ്ഞു, നോ, ഇറ്റ് ഈസ് ഇംപ്രോപ്പർ, വി കനോട്ട് ഗോ ഇൻ ദാറ്റ് വേ. അതിന് പ്രോപ്പറിറ്റി ഇല്ല. പോപ്പുലേഷൻ ബേസിസിൽ നമ്മുടെ റിസർവ് മണി എത്രയാണോ ആ പോപ്പുലേഷൻ ബേസിസിൽ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം. അങ്ങനെ കൂട്ടി നോക്കിയപ്പോ 55 കോടി ഉറുപ്പിയുണ്ട് പാകിസ്ഥാന് കൊടുക്കാൻ. ഈ 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണം. ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞു, ഭരണാധികാരികളോട് പറഞ്ഞു. ഗാന്ധി ഭരണാധികാരികൾ ആവാൻ പറ്റില്ല, അവരോട് പറഞ്ഞു. രണ്ടാമത്തെ റീസൺ എന്താണെങ്കിൽ, അതിവീരമതമായ ഹിന്ദുമതത്തെ അഹിംസ എന്ന നപുംസക ആശയം കുത്തിച്ചെലുത്തി ഹിന്ദുമതത്തെ മഹാത്മാഗാന്ധി നിർവീര്യമാക്കി. രണ്ടാമത്തെ കാരണം ഗാന്ധിയെ കൊല്ലാനുള്ള നിർവീര്യമാക്കി. ഇങ്ങനെ 6 കാരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗാന്ധിയെക്കാളും വലിയൊരു മതവിശ്വാസി, ഒരു ഈശ്വര വിശ്വാസി, ഒരു ആത്മീയവാദി ഇന്ത്യ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തോടാണ് ഈ ക്രൂരത, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്നത്. ഈ രാജ്യത്തെ ഇല്ലാതാക്കാനാണ്, രാജ്യത്തിന്റെ ഭൂതകാലത്തെ തകർക്കാനാണ്. കാരണം അവര് ഈ 200 കൊല്ലം ഇങ്ങനത്തെ പോരാട്ടങ്ങൾ നടത്തി തലമുറകൾ മാറി നവാബിന്റെയും രാജാക്കന്മാരുടെയും കിരീടങ്ങളും ചെങ്കോലുകളും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞാണ് ഇന്ത്യൻ ഡെമോക്രസി ഉണ്ടാക്കിയത്, ഇന്ത്യ രാജ്യമായത്. അങ്ങനത്തെ ഡെമോക്രസിയുടെ രാജ്യത്തിലെ പാർലമെന്റ് സുപ്രീം ബോഡി ഓഫ് ദി നേഷൻ, പീപ്പിൾസ് ബോഡി ഓഫ് ദി നേഷൻ, ദാറ്റ് ഈസ് പാർലമെന്റ്. സ്പീക്കർ നല്ല പോലൊരു ചെങ്കോല് ഉന്നയിച്ചു. ഒരു നടന്നു കൊണ്ടുപോയില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആരോ ഇത്രയും കൊണ്ടുപോയി കൊടുത്ത്. എന്തൊരു വിഡ്ഢിത്തം ആലോചിച്ച് നോക്കണം. നമ്മൾ എങ്ങനെ ഇന്ത്യ ഉണ്ടായത്? എങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതാണ് കിങ്ഡം, രാജാക്കന്മാരുടെ. ഈ മാർത്താണ്ഡവർമ്മയ്ക്കില്ലേ തിരുവിതാംകൂറില് ഇന്ത്യയിൽ ചേരില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ചേരില്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് അമേരിക്കയുടെ കൂടെയാണ് നിൽക്കുന്നത്, അമേരിക്ക മോഡലില്. നെവർ വി ആർ ഗോയിങ് ടു ജോയിൻ ഇൻ ഇന്ത്യൻ യൂണിയൻ, വി വിൽ ബി ഇൻ ഇൻഡിപെൻഡന്റ് പ്രിൻസ്ലി കിങ്ഡം എന്ന് പറഞ്ഞു. ചിത്രത്തിരുത്താൻ രാജാവായിരുന്നു, പ്രധാനമന്ത്രി സർ CP. ഞങ്ങൾ ഇന്ത്യയിൽ ചേരില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ പട്ടേൽ, ഹോം സെക്രട്ടറി BP മേനോൻ ICS. BP മേനോൻ എന്ന് പറഞ്ഞാൽ വാപ്പാല് പങ്കുണ്ണി മേനോൻ, ഒറ്റപ്പാലത്തെ വാപ്പാല് പങ്കുണ്ണി മേനോൻ മാർത്താണ്ഡവർമ്മയുടെ അടുത്ത് പോയി, ചിത്രത്തിരുത്തൻ രാജാവിന്റെ അടുത്ത്, ഇന്ത്യയിൽ ചേരണോ അതോ പട്ടാളം വരണോ എന്ന് ചോദിച്ചു. അപ്പോ
ചിത്തിര തിരുനാളിന് മോതിരം പോയി. അങ്ങനെയാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ കിരീടങ്ങളും ചെങ്കോലുകളും വലിച്ചെറിഞ്ഞ് ഒരു ഡെമോക്രസി ഉണ്ടാക്കിയ രാജ്യത്ത്, ആ രാജ്യം ഉണ്ടായി, ഭരണഘടന ഉണ്ടായി 10-75 കൊല്ലം കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ ചെങ്കോല് പിന്നെ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ് ആലോചിച്ച് നോക്കുന്നത്. സോ ദേ വാണ്ട് ടു റീപ്ലേസ് all the democratic symbols of the nation. അതിനാണ് ഗാന്ധിയെ നമ്മൾ ഓർക്കേണ്ടത്. ഈ രാജ്യത്തിന് ഒരു മത സംസ്കാരത്തിന്റെ അടിത്തറയിൽ ഉണ്ടാവാൻ സാധ്യമല്ല. ഡെമോക്രസിയിൽ ഗാന്ധിയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഓർക്കുക എന്നാണ് എന്റെ അർത്ഥം. ഉണ്ടാക്കിയതാണ് ഇന്ത്യ, കണ്ടുപിടിച്ച രാജ്യമല്ല. ഈ ഓർമ്മ, ഗാന്ധിജിയെ കുറിച്ചുള്ള ഓർമ്മ ഇന്ത്യയുടെ, ആധുനിക ഇന്ത്യയുടെ മുമ്പിൽ ഉയർന്നു വരുന്ന വെല്ലുവിളിയെ നേരിട്ട് നമ്മുടെ രാജ്യത്തിലെ ഡെമോക്രസിയെ സംരക്ഷിക്കാൻ നമുക്ക് കരുത്ത് പകരും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചരിത്രം വർത്തമാനകാലത്തെ പ്രതിസന്ധികളിൽ ചെറുത്തു നിൽക്കുന്നവരുടെ കയ്യിൽ ആയുധങ്ങളായി, ഇടിമിന്നലുകളായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇടിമിന്നലുകളെ പോലെ ചരിത്ര ഓർമ്മകൾ വർത്തമാനകാലത്തെ മനുഷ്യരുടെ കൈകളിലേക്ക് ഇറങ്ങി വരും ആയുധങ്ങളായിട്ട്. ഭൂതകാലം, ആ ഭൂതകാലം ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലേക്ക് ഓർമ്മകളായിട്ട് ഇറങ്ങി വരും മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളിലൂടെ.